യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 29. ജെറുസലേമിന് താക്കീതും വാഗ്ദാനവും. അരിയേൽ, അരിയേൽ, ദാവീദ് പാളയമടിച്ച നഗരമേ, നിനക്ക് ദുരിതം. 1 വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ, ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ. ഞാൻ അരിയേലിന് കഷ്ടത വരുത്തും, അവിടെ വിലാപധ്വനി ഉയരും. നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെ ആയിരിക്കും. ഞാൻ നിനക്ക് ചുറ്റും പാളയമടിക്കും, മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും, നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും. അപ്പോൾ ഭൂമിയുടെ അഗാധത്തിൽ നിന്ന് നീ സംസാരിക്കും, പൊടിയിൽ നിന്ന് നിൻ്റെ ശബ്ദമുയരും. ഭൂതത്തിൻ്റേതുപോലെ നിൻ്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും. പൊടിയിൽ കിടന്ന് നീ മന്ത്രിക്കുന്നത് കേൾക്കും. നിൻ്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം പറക്കുന്ന പതിരു പോലെയുമായിരിക്കും. എന്നാൽ നനച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും. ഇടിമുഴക്കത്തോടും ഭൂമി കുലുക്കത്തോടും ഭയങ്കര നാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും. അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെ ആകും. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. വിസ്മയ സ്തബ്ധരാകുവീൻ, നിങ്ങളെ തന്നെ അന്ധരാക്കുവീൻ, ഉന്മത്തരാകുവീൻ, എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത്. ആടി നടക്കുവീൻ, എന്നാൽ മദ്യപിച്ചിട്ടാവരുത്. കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിൻ്റെ നിശ്വാസം അയച്ചു. പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു. ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു. ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു. വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു. കർത്താവ് അരുളി ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക നിയമമാണ്. അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ വൻകാര്യങ്ങൾ ചെയ്യും. ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, വിവേകികളുടെ വിവേചനാശക്തി ഇല്ലാതാകും. തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടത്തുകയും ഞങ്ങളെ ആര് കാണും, ഞങ്ങളെ ആര് അറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു. സൃഷ്ടാവിനെക്കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ ഉരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെക്കുറിച്ച് അവന് അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കപ്പെടാമോ? ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അത് ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൻ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷരാവുകയും
നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിങ്കലിരുന്ന് ശാസിക്കുന്നവന് കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുളിച്ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവരണമാവുകയില്ല. ഞാൻ ജനത്തിൻ്റെ മധ്യേ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. പ്രിയ ദൈവജനമേ, യഹൂദ രാജ്യമായ ജെറുസലേമിനെ ലക്ഷ്യമാക്കി അസിറിയൻ സൈന്യം വളയുന്ന ഭീതിജനകമായ ഒരു കാലഘട്ടത്തിലാണ് യേശയ്യാ പ്രവാചകൻ 29-ാം അധ്യായത്തിലെ ഈ പ്രവചനം നടത്തുന്നത്. ഹിസ്കിയ രാജാവിൻ്റെ ഭരണകാലത്ത് ദൈവിക സംരക്ഷണത്തിന് പകരം രാഷ്ട്രീയ സഖ്യങ്ങളിൽ അഭയം തേടിയ ജനതയുടെ ആത്മീയ അപജയമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ശത്രുക്കൾ നഗരത്തെ വളയുമ്പോഴും ജനം ആചാരങ്ങളിൽ മാത്രം മുഴുകി ഹൃദയം ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. അന്ധത ബാധിച്ച ഒരു ജനതയോട് വരാനിരിക്കുന്ന കഠിനമായ പീഡനങ്ങളെക്കുറിച്ച് പ്രവാചകൻ അതീവ ഗൗരവത്തോടെ സംസാരിക്കുന്നു. ആത്മീയമായ മയക്കത്തിൽ ആണ്ടുപോയ ഇസ്രായേലിനെ ഉണർത്താനായി ദൈവം അയച്ച താക്കീതായിരുന്നു ഈ അധ്യായം. അഹങ്കാരത്തിൻ്റെ ഗോപുരങ്ങൾ തകരുമെന്നും ദൈവം നേരിട്ട് ഇടപെട്ട് ശത്രുക്കളെ ധൂളി പോലെ ചിതറിക്കുമെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. അരിയേൽ എന്നറിയപ്പെടുന്ന ജെറുസലേമിന് നേരിടേണ്ടി വരുന്ന നാശവും പിന്നീട് ലഭിക്കുന്ന അത്ഭുതകരമായ വിടുതലുമാണ് ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം. കപടമായ ഭക്തിയെ ദൈവം വെറുക്കുന്നുവെന്നും വായുകൊണ്ട് മാത്രം സ്തുതിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്നും യേശയ്യാ പ്രവചിക്കുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കുമെന്നും വിവേകികളുടെ വിവേകം മറയും എന്നുമുള്ള ദൈവവചനം മനുഷ്യൻ്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് മനുഷ്യനെന്നും സൃഷ്ടാവിനെ നിഷേധിക്കാൻ സൃഷ്ടിക്കാവില്ലെന്നും പ്രവാചകൻ തറപ്പിച്ച് ഉറപ്പിച്ചു പറയുന്നു. ഈ പ്രവചനം അസീറിയൻ സൈന്യത്തിൻ്റെ പരാജയത്തിലൂടെ അക്കാലത്ത് തന്നെ ഭാഗികമായി നിറവേറുന്നതായി നാം കാണുന്നു. ദൈവത്തിൻ്റെ വിധിന്യായം കഠിനമാണെങ്കിലും അത് ആത്യന്തികമായി വിശുദ്ധീകരണത്തിനായുള്ളതാണെന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. തൻ്റെ ജനതയുടെ ആത്മീയ അന്ധത കണ്ട് ഹൃദയം നൊന്ത് കരയുന്ന ഒരു പ്രവാചകനെയാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുക. ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങളെയും ജനങ്ങളുടെ കപടനാട്യങ്ങളെയും ഭയമില്ലാതെ തുറന്നു പറയാൻ യേശയ്യാ കാണിച്ച ധൈര്യം അദ്വിതീയമാണ്. ദൈവത്തിൻ്റെ വചനം മുദ്രവെച്ച പുസ്തകം പോലെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ അദ്ദേഹം ഒരു കണ്ണാടിയായി നിലകൊള്ളുന്നു. അന്ധർ കാണുകയും ബധിരർ കേൾക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്തെക്കുറിച്ചുള്ള പ്രത്യാശ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പീഡിതർക്ക് കർത്താവിൽ സന്തോഷിക്കാനും ദരിദ്രർക്ക് ആനന്ദിക്കാനുമുള്ള വഴി അദ്ദേഹം തുറന്നു കാട്ടുന്നുണ്ട്. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ എത്ര ഉന്നതരായാലും അവർ ലജ്ജിക്കേണ്ടി വരുമെന്ന് യേശയ്യാ പ്രവാചകൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇന്നത്തെ ലോകത്തും ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിശ്വാസ ജീവിതം നയിക്കുന്നവർക്ക് യേശയ്യായുടെ വാക്കുകൾ ഒരു വലിയ മുന്നറിയിപ്പാണ്. ഹൃദയ പരമാർത്ഥതയില്ലാത്ത ആരാധനകൾ ദൈവത്തിന് അരോചകമാണെന്ന് ഈ അധ്യായം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയിലും അറിവിലും അഹങ്കരിക്കുന്ന ആധുനിക മനുഷ്യൻ കുശവൻ്റെ മുൻപിലെ കളിമണ്ണാണെന്ന സത്യം ഒരിക്കലും മറന്നു പോകരുത്. എങ്കിലും ദൈവം ശിക്ഷിക്കുന്നത് നശിപ്പിക്കാനല്ല, മറിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ് എന്ന പ്രത്യാശ ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് കാഴ്ച നൽകാനും ബന്ധിതരെ മോചിപ്പിക്കാനും ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമാണ്. യാക്കോബിൻ്റെ ഭവനം ഇനി ലജ്ജിക്കുകയില്ലെന്ന വാഗ്ദാനം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യമായ രക്ഷയെ സൂചിപ്പിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിനായി നാം ഒരുങ്ങേണ്ടത് ഹൃദയപൂർവമായ സമർപ്പണത്തിലൂടെയാണെന്ന് ഈ അധ്യായം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിൻ്റെ ജ്ഞാനം വിഫലമാകുന്ന ആ ദിനത്തിൽ ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ സാധിക്കൂ. നമുക്ക് പുറകോട്ട് പോയി നമ്മുടെ പാസ്റ്റ് ക്ലിയർ ചെയ്ത് ആ നിമിഷത്തിൽ വിശുദ്ധിയോടെ നിൽക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ നിമിഷവും നാം അത്യധികം ഭയഭക്തിയോടെ
ദൈവത്തിനു വേണ്ടി വിശുദ്ധമായ ജീവിതം നയിക്കാൻ ജാഗരൂകരായി കർത്താവിന് വേണ്ടി കാത്തിരിക്കാനും വേണ്ടി ഈ അവസരം, ഈ അന്ത്യകാല നിമിഷങ്ങൾ നാം ഉപയോഗിച്ചേ മതിയാവും. പാപത്തിൻ്റെ മുദ്രകൾ നീക്കി ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ആ മഹത്തായ നാളിനായി നമുക്ക് പ്രതിജ്ഞാബദ്ധരായി കരുതലോടെ കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ അന്ധതകൾ നീക്കി കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് നടക്കാൻ ഈ വചനഭാഗം നമ്മെ ശക്തരാക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മെ ഒരിക്കലും കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസം നമുക്കും മുറുകെ പിടിക്കാം. പ്രത്യാശയോടെ ക്രിസ്തുവിനെ കാത്തിരിക്കാനും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്വർഗീയ സമാധാനം ഞാൻ നേരുന്നു. ആമേൻ.